ഇന്ന് റിസപ്ഷനിസ്റ്റ് ഡേ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലും റിസപ്ഷനുണ്ട്. നമ്മൾ വരുന്ന ഗസ്റ്റുകളെ നന്നായി പരിചരിക്കാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനും സദാ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് അവർ. അവർക്കൊരു ഈ ദിവസത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ബാലുമോഹൻ, തൃശൂർ ദയാ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് റിസപ്ഷൻ. എല്ലാ ആളുകളും ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നത് റിസപ്ഷനിലൂടെയാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഏതാളുകളുടെയും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിന് വരുന്ന ഫസ്റ്റ് ഇംപ്രഷൻ റിസപ്ഷനിലൂടെയാണ്. അത് ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് രോഗികളും അവരുടെ കൂടെയുള്ള ആളുകളും ആശുപത്രിയിൽ വരുമ്പോൾ അവരെ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്നത് എപ്പോഴും റിസപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് വരുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന റെസ്പോൺസ് അനുസരിച്ചാണ് ആ ആളുകളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആശുപത്രിയെ കുറിച്ചുള്ള ഇംപ്രഷനും എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ റിസപ്ഷൻ എന്ന വിഭാഗത്തിന് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ചും വളരെയധികം മർമ്മപ്രധാനമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. നാഷണൽ റിസപ്ഷൻ ഡേ പ്രമാണിച്ച് നമ്മുടെ റിസപ്ഷനിലെ എല്ലാ സ്റ്റാഫുകളും ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന സേവനത്തിന് പ്രത്യേകിച്ചൊരു താങ്ക്സ്. ഇനിയും ഇതിൽ കൂടുതൽ നന്നായി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളു. ഇന്ന് വേൾഡ് റിസപ്ഷൻ ഡേ ആണ്. ഒരു സ്ഥാപനത്തിൽ ആദ്യമായി ഒരു വ്യക്തി വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് റിസപ്ഷൻ സ്റ്റാഫാണ്. ഈ അവസരത്തിൽ ദയാ ഹോസ്പിറ്റലിലെ എല്ലാ റിസപ്ഷൻ സ്റ്റാഫും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, ഇന്ന് നാഷണൽ റിസപ്ഷനിസ്റ്റ് ഡേ ആണ്. നമ്മുടെ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു പേഷ്യന്റോ ബൈസ്റ്റാൻഡറോ വരുമ്പോൾ ആദ്യം കാണുന്ന ഫസ്റ്റ് എന്തൊരു ഫേസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാവുന്നതാണ്. അപ്പം അവരുടെ പെരുമാറ്റം അനുസരിച്ചാണ് ആൾക്കാർ ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ റിസപ്ഷൻ പഴയത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അവർ നല്ല യൂണിഫോമിൽ നല്ല പ്ലസന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവില്ലുണ്ട്. അതായത് റൂംസ് കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ, ഫേസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും റിസപ്ഷനിൽ തന്നെയാണ് വരിക. അപ്പൊ രാത്രിയും പകലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റിസപ്ഷനിൽ വന്ന് അവര് പ്രശ്നം ഉണ്ടാക്കും. ബിക്കോസ് റിസപ്ഷനിലെ സ്റ്റാഫാണ് എപ്പോഴും അവിടെ ഉണ്ടാവുക. റൂമില്ല അല്ലെങ്കിൽ AC-യുടെ പ്രശ്നം അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റിസപ്ഷനിൽ വരും. അപ്പൊ അവര് സാധാരണ എന്താണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും സ്ട്രെസ്സിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ഇപ്പോ എന്താണ് കുറെ കൂടി ചിരിച്ച മുഖത്തോടു കൂടിയാണ് അല്ലെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടാണ് ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്. അതിന്റെ വ്യത്യാസവും അതിന്റെ സർവീസിലെ വ്യത്യാസവും നമ്മുടെ റിവ്യൂസിലും ആൾക്കാരുടെ ഫീഡ്ബാക്കിൽ നിന്ന് കാണാനുമുണ്ട്. നമസ്കാരം, ഇന്ന് റിസപ്ഷനിസ്റ്റ് ഡേ. മെയ് 8 എല്ലാ സഹോദരിമാർക്കും നല്ലൊരു റിസപ്ഷനിസ്റ്റ് ഡേ ആശംസിക്കുന്നു. ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു ആവശ്യത്തിനും നമ്മൾ ആദ്യം സമീപിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിഭാരവും വളരെ വലുതാണ്. ഇന്ന് അവർക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു.